ഓക്കെ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് യൂസേജുകളാണ്. അതിൽ ഒന്നാമത്തെ വിൽ ഹാവ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. യു വിൽ ഹാവ് ടു വർക്ക് ഹാർഡർ ടു പാസ് ദ എക്സാം. പരീക്ഷ പാസ്സാവാൻ നീ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഷി വിൽ ഹാവ് ടു ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ഇറ്റ് റെയിൻസ്. മഴ പെയ്യുകയാണെങ്കിൽ അവൾ മിക്കവാറും ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. വി വിൽ ഹാവ് ടു ഫിനിഷ് ദിസ് റിപ്പോർട്ട് ബൈ ടുനൈറ്റ്. ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ ഈ റിപ്പോർട്ട് പൂർത്തിയാക്കേണ്ടി വരും. ദേ വിൽ ഹാവ് ടു ഫൈൻഡ് അനദർ സൊല്യൂഷൻ. അവർ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണേണ്ടി വരും. ഐ വിൽ ഹാവ് ടു വേക്കപ്പ് ഏർലി ടുമാറോ. നാളെ ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ഹി വിൽ ഹാവ് ടു അപ്പോളജൈസ് ഫോർ ഹിസ് ബിഹേവിയർ. അവൻ അവൻ്റെ പെരുമാറ്റത്തിലുള്ള വീഴ്ചയ്ക്ക് അല്ലെ ദുഷ്പെരുമാറ്റത്തിന് ക്ഷമാപണം നടത്തേണ്ടി വരും. യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. എല്ലാ കാര്യങ്ങളും നീ വളരെ വിശദമായി വിശദീകരിക്കേണ്ടി വരും. ഷീ വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ബ്രദർ. അവളുടെ സഹോദരനെ ശ്രദ്ധിക്കേണ്ടി വരും, പരിചരിക്കേണ്ടി വരും. വി വിൽ ഹാവ് ടു മൂവ് ടു അനദർ സിറ്റി. നമ്മൾ ചിലപ്പം മറ്റൊരു സിറ്റിയിലേക്ക് പോവേണ്ടി വരും. വി വിൽ ഹാവ് ടു പേ എ ഫൈൻ ഫോർ ബീയിങ് ലേറ്റ്. വൈകി വന്നതിനാൽ നമ്മൾ ഒരു ചെറിയ ഫൈൻ അടയ്ക്കേണ്ടി വരും. ദേ വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദ മാനേജർ. മാനേജറെ അവർ കാത്തു നിൽക്കേണ്ടി വരും. യു വിൽ ഹാവ് ടു ക്ലീൻ ദ ഹൗസ് ബിഫോർ ഗസ്റ്റ് അറൈവ്. വിരുന്നുകാരൊക്കെ എത്തുന്നതിന് മുമ്പ് വീട് നീ വൃത്തിയാക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു ബോറോ സം മണി. എനിക്ക് കുറച്ച് പണം കടം വാങ്ങേണ്ടി വരും. നെക്സ്റ്റ് ഉള്ള ഒരു യൂസേജാണ് അൺലെസ്. അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം എന്നുള്ള അർത്ഥമാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. ഐ വോണ്ട് ഗോ ടു ദ പാർട്ടി. ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട്. ഐ വോണ്ട് ഗോ ടു ദ പാർട്ടി. ഞാൻ പാർട്ടിയിൽ പങ്കെടുക്കുകയില്ല. അൺലെസ് യു കം വിത്ത് മീ. നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരാത്തിടത്തോളം കാലം ഞാൻ പാർട്ടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ പാർട്ടിയിൽ പങ്കെടുക്കും. യു കാൺ എൻ്റർ അൺലെസ് യു ഹാവ് എ ടിക്കറ്റ്. ടിക്കറ്റ് ഇല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടിക്കറ്റ് വേണം. ഷീ വോണ്ട് സക്സീഡ് അൺലെസ് ഷീ പ്രാക്ടീസസ് ഡെയിലി. ദിവസവും അവൾ പ്രാക്ടീസ് ചെയ്യാത്ത പക്ഷം അവൾ ഒരിക്കലും വിജയിക്കുകയില്ല. വി കാൺ സ്റ്റാർട്ട് അൺലെസ് എവരിവൺ ഈസ് ഹിയർ. എല്ലാവരും ഇവിടെ എത്താതെ നമുക്ക് തുടങ്ങാൻ പറ്റുകയില്ല. ഹീ വോണ്ട് ഈറ്റ് അൺലെസ് ഇറ്റ് ഈസ് വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ അല്ലാത്ത പക്ഷം അവൻ ഭക്ഷിക്കുകയില്ല. വെജിറ്റേറിയൻ മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. ഐ വോണ്ട് സ്ലീപ്പ് അൺലെസ് ഐ ഫിനിഷ് മൈ വർക്ക്. എൻ്റെ ജോലി പൂർത്തിയാവാത്ത പക്ഷം ഞാൻ എന്താവില്ല, ഉറങ്ങുകയില്ല. എന്ന് പറഞ്ഞാൽ ജോലി പൂർത്തിയാക്കിയിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ. ദേ ഡോണ്ട് അലോ യു ഇൻ അൺലെസ് യു വെയർ എ യൂണിഫോം. നിങ്ങളൊരു യൂണിഫോം ധരിക്കുന്നവരെ അവരെന്താക്കൂല, അകത്ത് കയറാൻ സമ്മതിക്കൂല. യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് അൺലെസ് യു റീഡ് ദ ബുക്ക്. ഈ പുസ്തകം വായിക്കുന്നവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഹീ കാണ്ട് ലീവ് അൺലെസ് ഹീ ഗെറ്റ്സ് പെർമിഷൻ. അവന് അനുവാദം കിട്ടുന്നത് വരെ അവന് പുറത്തു പോകാൻ പറ്റൂല. ഷീ വോണ്ട് സ്റ്റോപ്പ് ക്രൈങ് അൺലെസ് ഷീ സീസ് ഹർ മം. അമ്മയെ കാണുന്നവരെ അവൾ നിർത്താതെ കരയും. ഓക്കെ. ദേ വോണ്ട് ഹെൽപ്പ് യു അൺലെസ് യു ആസ്ക്. നീ ചോദിക്കാത്ത പക്ഷം അവർ ഒരിക്കലും നിന്നെ സഹായിക്കുകയില്ല. വി കാണ്ട് മൂവ് ഫോർവേഡ് അൺലെസ് വി എഗ്രി. നമ്മൾ തമ്മിലൊരു ഒത്തുതീർപ്പിലെത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഐ വോണ്ട് പേ അൺലെസ് ദ വർക്ക് ഈസ് കംപ്ലീറ്റ്. ജോലി പൂർത്തിയാവാതെ ഞാൻ ഒരിക്കലും പേയ്മെൻറ്റ് നടത്തുകയില്ല. ഇനി നെക്സ്റ്റ് അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നാണ്. ഐ വിൽ വെയിറ്റ്. ഞാൻ കാത്തിരിക്കും. അണ്ടിൽ യു റിട്ടേൺ. നീ തിരിച്ചു വരുന്നവരെ. ഷീ വോണ്ട് സ്ലീപ്പ്. അവൾ ഉറങ്ങുകയില്ല. അണ്ടിൽ ഹർ ഡാഡ് കംസ് ഹോം. അവളുടെ അച്ഛൻ വീട്ടിൽ വരുന്നവരെ അവൾ ഉറങ്ങുകയില്ല. ദേ വിൽ കീപ് ട്രൈയിങ് അണ്ടിൽ ദേ സക്സീഡ്. അവർ വിജയിക്കുന്നത് വരെ അവരെന്ത് ചെയ്യും? പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഡോൺ ഓപ്പൺ ദ ഗിഫ്റ്റ് അണ്ടിൽ യുവർ ബർത്ത്ഡേ വരെ ഈ ഗിഫ്റ്റ് തുറക്കരുത്, കാരണം ഇത് ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റാണ്. വി കാണ്ട് ലീവ് അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. മഴ നിൽക്കുന്നത് വരെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഹി വിൽ സ്റ്റേ ഹിയർ അണ്ടിൽ സൺഡേ. ഞായറാഴ്ച വരെ അവൻ ഇവിടെ തന്നെ താമസിക്കും. യു മസ്റ്റ് നോട്ട് ഗിവ് അപ്പ് അണ്ടിൽ ദ എൻഡ്. അവസാനം വരെ നിങ്ങൾ എന്താക്കരുത്? പിന്മാറരുത്. വെയിറ്റ് അണ്ടിൽ ദ സിഗ്നൽ ടേൺസ് ഗ്രീൻ. സിഗ്നൽ ലൈറ്റ് പച്ചയാവുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കൂ. ഐ വോണ്ട് ഗോ അണ്ടിൽ യു സേ യെസ്. നിങ്ങൾ യെസ് മൂളാതെ ഞാൻ പോവുകയില്ല.
ദ ഷോ വോണ്ട് സ്റ്റാർട്ട് അണ്ടിൽ 8 PM. 8 മണിയാവാതെ ഷോ ആരംഭിക്കുകയില്ല. സ്റ്റേ ഹിയർ അണ്ടിൽ ഐ കാൾ യു. ഞാൻ വിളിക്കുന്നവരെ ഇവിടെ തന്നെ നിൽക്കൂ. കീപ് സ്റ്റഡിയിങ് അണ്ടിൽ യു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും നിനക്ക് മനസ്സിലാകുന്നതുവരെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക. നെക്സ്റ്റ് നമ്മളെ വില്ലിൽ ചർച്ച ചെയ്താണ് വിൽ ബി എന്നുള്ളൊരു യൂസേജ്. ഷീ വിൽ ബി എ ഗ്രേറ്റ് ടീച്ചർ സം ഡേ. എന്നെങ്കിലും ഒരു ദിവസം അവൾ വലിയൊരു അധ്യാപികയാവും. യു വിൽ ബി മിസ്ഡ് ബൈ എവ്രി വൺ. എല്ലാവരെയും നിനക്ക് നഷ്ടമാവും. ദേ വിൽ ബി ഹിയർ ഇൻ ആൻ അവർ. ഒരു മണിക്കൂറിൽ അവരെന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാവും. ദിസ് ഡേ വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. ഈ ദിനം എന്നേക്കുമായി ഓർമ്മിക്കപ്പെടും. ഹി വിൽ ബി വെരി ഹാപ്പി ടു ഹിയർ ദ ന്യൂസ്. ഈ വാർത്ത കേൾക്കാൻ അവൻ വളരെ സന്തോഷവാനായിരിക്കും. ദ ഫുഡ് വിൽ ബി റെഡി സൂൺ. ഭക്ഷണം ഉടനെ തന്നെ റെഡി ആയിരിക്കും. ദ ഫുഡ് വിൽ റെഡി സൂൺ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉടനെ റെഡിയാകും, ഒന്നും കൂടി റെഡി ആയിരിക്കും, പോയിരിക്കും, അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതിനാണ് വിൽ ബി കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഐ വിൽ ബി വർക്കിംഗ് ലൈറ്റ് ടു നൈറ്റ്. ഞാൻ രാത്രി വൈകി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ദ റിസൾട്ട് വിൽ ബി അനൗൺസ്ഡ് ടുമാറോ. റിസൾട്ട് നാളെ പബ്ലിഷ് ചെയ്യും. യു വിൽ ബി റിവാർഡഡ് ഫോർ യുവർ എഫേർട്സ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കും. ഷി വിൽ ബി സ്റ്റേയിങ് വിത്ത് അസ് ഫോർ എ വീക്ക്. അവൾ ഒരാഴ്ച നമ്മളെ കൂടെ താമസിക്കുകയായിരിക്കും. ഇറ്റ് വിൽ ബി ടു ലേറ്റ് ഇഫ് യു ഡോണ്ട് ലീവ് നൗ. നീ ഇപ്പോൾ പോയിട്ടില്ലെങ്കിൽ അത് ഒരുപാട് വൈകാൻ സാധ്യതയുണ്ട്. എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്. അവസാനം എല്ലാം നല്ലതായിരിക്കും, നല്ല രീതിയിൽ അവസാനിക്കും. ഓക്കെ, താങ്ക് യു.